നമസ്കാരം. ലോകം സ്വർണ്ണവിലയുടെ കുതിച്ചുചാട്ടത്തിൽ പകച്ചു നിൽക്കുമ്പോൾ ചൈനയുടെ തീരത്ത് നിന്ന് കേൾക്കുന്നത് ഒരു ലോട്ടറി അടിച്ച വാർത്തയാണ്. കടലിനടിയിൽ ഷാങ്ഡോയ് പ്രവിശ്യയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് 3900 മെട്രിക് ടൺ സ്വർണ്ണശേഖരമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ് ഈ കണ്ടെത്തൽ. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് മാറ്റിമറിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ വാർത്തയുടെ പിന്നിൽ ലോകം കാണാത്ത വലിയൊരു സാമ്പത്തിക യുദ്ധത്തിന്റെ ട്വിസ്റ്റ് കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വർണ്ണക്കടലിലൂടെ അമേരിക്കയെ ഇത് മറികടക്കുമോ? നിലവിൽ ലോകത്തെ സ്വർണ്ണശേഖരത്തിൽ 8133 ടണ്ണുമായി അമേരിക്ക ബഹുദൂരം മുന്നിലാണ്. ചൈനയാകട്ടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 6ാം സ്ഥാനത്തും. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ചൈനയുടെ ഈ പുതിയ കണ്ടെത്തലുകൾ വെറുമൊരു അയിര് ഖനനമല്ല, മറിച്ച് ഡോളർ സാമ്രാജ്യത്തിനെതിരെയുള്ള കൃത്യമായ നീക്കമാണ്. ലോകത്താകെയുള്ള സ്വർണ്ണ നിക്ഷേപത്തിന്റെ 25% കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കയുടെ കരുത്ത് ചെറുതല്ല. ചൈന ഇപ്പോൾ കണ്ടെത്തിയ വമ്പൻ സ്വർണ്ണശേഖരം ഔദ്യോഗിക കണക്കുകളിലേക്ക് എത്തുന്നതോടെ ചൈനയുടെ റാങ്കിംഗ് ഒറ്റയടിക്ക് മുകളിലേക്ക് ഉയരും. അമേരിക്ക തങ്ങളുടെ ശേഖരം സുതാര്യമായി വെളിപ്പെടുത്തുമ്പോൾ ചൈനയുടെ കൈവശം ഔദ്യോഗിക കണക്കുകളേക്കാൾ കൂടുതൽ സ്വർണമുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. കടലിനടിയിലെ ഈ പുതിയ കണ്ടെത്തലുകൾ ചൈനയുടെ ഗോൾഡ് ബാക്ക്ഡ് കറൻസി അഥവാ സ്വർണത്തിന്റെ പിൻബലമുള്ള കറൻസി എന്ന സ്വപ്നത്തിന് കരുത്തു പകരുന്നതാണ്. അമേരിക്കയുടെ ഡോളർ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ സ്വർണത്തെക്കാൾ വലിയൊരു ആയുധമില്ലെന്ന് ചൈനയ്ക്കറിയാം. ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും തങ്ങളുടെ ശേഖരം മാറ്റമില്ലാതെ നിലനിർത്തുമ്പോൾ റഷ്യയും ചൈനയും സ്വർണം വാങ്ങിക്കൂട്ടുന്നതിനിടയിലും കണ്ടെത്തുന്നതിനിടയിലും കാണിക്കുന്ന ഈ ആവേശം ആഗോള സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചതിനു ശേഷം കണ്ടെത്തിയ ഏറ്റവും വലിയ ഒറ്റ നിക്ഷേപമാണിതെന്നാണ് പറയപ്പെടുന്നത്. ചൈന ഗോൾഡ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 377 ടൺ ഉൽപാദനവുമായി ചൈന ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉത്പാദകരാണ്. കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും സാമ്പത്തിക അപകട സാധ്യതകൾക്കെതിരെയുള്ള ഒരു സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ പരക്കെ കണക്കാക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ്, എയറോസ്പേസ് നിർമ്മാണം എന്നിവയുൾപ്പെടെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ചൈന ധാതു പര്യവേഷണ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ധാതു പര്യവേഷണ ഉപഗ്രഹങ്ങൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളാണ് ചൈനീസ് ജിയോളജിസ്റ്റുകൾ ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രകൃതി വിഭവ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 115.99 ബില്യൺ യുവാൻ അഥവാ 16.47 ബില്യൺ ഡോളറാണ് ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണത്തിനായി ചൈന ചെലവഴിച്ചത്. 2021 നിലവിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച ശേഷം ധാതു പര്യവേഷണത്തിനായി ഏകദേശം 450 ബില്യൺ യുവാൻ ചെലവഴിച്ച് 150 പുതിയ ധാതു നിക്ഷേപങ്ങൾ കണ്ടെത്തി. കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, കേന്ദ്ര ബാങ്കുകളുടെ ശക്തമായ സ്വർണം വാങ്ങൽ എന്നിവ കാരണം ആഗോള സ്വർണ്ണവില കുത്തനെ ഉയരുന്ന സമയത്താണ് ഈ കണ്ടെത്തലെന്ന് എടുത്തു പറയണം. പ്രത്യേകിച്ച് കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന വികസന കമ്പോളങ്ങളിലെ രാജ്യങ്ങളാണ് സ്വർണം പ്രധാനമായും വാങ്ങുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ സ്വർണ്ണശേഖരം സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോൾ ചൈന പുതിയ സ്രോതസ്സുകൾ തേടി ആഴക്കടലിലേക്കും പർവ്വത നിരകളിലേക്കും ഇറങ്ങി ചെല്ലുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണശേഖരമുള്ള അമേരിക്കയുടെ 1ാം സ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ചൈന നടത്തുന്ന ഈ ആസൂത്രിത നീക്കങ്ങൾ ആഗോള ഡോളർ വിപണിയുടെ അടിത്തറ ഇളക്കാൻ സാധ്യതയുള്ളതാണ്. 8133 ടൺ സ്വർണവുമായി അമേരിക്ക മുന്നിലാണെങ്കിലും വരും വർഷങ്ങളിൽ ചൈന തങ്ങളുടെ പ്ലാൻ ബി നടപ്പാക്കുന്നതോടെ ഈ കണക്കുകൾ മാറിമറിഞ്ഞേക്കാം. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ സ്വർണത്തെ സംസ്കാരത്തിന്റെ ഭാഗമായി കാണുമ്പോൾ ചൈന അതിനെ ആഗോള ആധിപത്യത്തിനുള്ള തന്ത്രപരമായ ആയുധമാക്കുകയാണ്. വരും ദശകങ്ങളിൽ ലോകത്തിന്റെ സാമ്പത്തിക അധികാരം ആരുടെ കയ്യിലായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നതിൽ ഈ സ്വർണ്ണവേട്ടയ്ക്ക് നിർണായക പങ്കുണ്ട്. അതെ, സ്വർണം ഇന്ന് 1 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലുമെല്ലാം സ്വർണത്തിന്റെ വില കുതിച്ചുയരുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ചൈനയ്ക്ക് ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അമേരിക്കയെ വെല്ലുവിളിക്കാൻ പോകുന്ന രീതിയിലാണ് ചൈനയ്ക്ക് ഇപ്പോൾ ലോട്ടറി അടിച്ചത്.